അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ പ്രഭാതം വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൊണ്ടാണ് ഉണർന്നത്. എല്ലാവരും അതറിഞ്ഞല്ലോ. ഒരു നിമിഷം കൊണ്ട് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ വെള്ളത്തിലും ചെളിയിലുമായ ആ ഒരു ഭീകരമായ ഒരവസ്ഥ. ഈ ഒരവസ്ഥ ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ കാലം തുടങ്ങിയ അന്ന് തൊട്ട് ഓരോ സന്ദർഭങ്ങളിലായിട്ട് ഇത്തരം പ്രളയങ്ങളും പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ ഉണ്ടായ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഭക്ഷണവും കഴിച്ച് സുഖമായി അന്തി ഉറങ്ങുമ്പോൾ പ്രഭാതം തങ്ങളെ വരവേൽക്കാൻ നിൽക്കുന്നത് ഇത്തരമൊരു ഭീകരമായ അന്തരീക്ഷമാണെന്ന് പോലും അറിയാതെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും ബാധ്യതകളുടെ കണക്കുകൂട്ടലുകളും മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള പ്രതീക്ഷകളും മക്കളുടെ വിദ്യാഭ്യാസത്തിനെക്കുറിച്ചുള്ള ചിന്തകളും കുട്ടികളുടേതായ സ്വപ്നങ്ങളും അങ്ങനെ പലതുമായിട്ട് കഴിഞ്ഞു പോന്നിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് പ്രഭാതത്തിൽ ഒരു നിമിഷം കൊണ്ട് നിശ്ചലമായത്. ഇത്തരം കാഴ്ചകൾ കാണേണ്ടി വരുമ്പോൾ നാം എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ഇന്ന് നമ്മൾ ടി വിയിലൂടെയും അല്ലാതെയുമൊക്കെ ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് ഒരു പ്രയാസം, ഒരു വിഷമം ഒക്കെ ഉണ്ടാകും. പക്ഷേ കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മളത് മറക്കും. വീണ്ടും നമ്മൾ ചിരിച്ചും കളിച്ചും ആനന്ദിച്ചും ഓടും. പക്ഷേ ഓരോ പ്രഭാതങ്ങളും നമ്മളെയൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കാനിരിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല. ഒരുപാട് നാളുകളായി നമ്മുടെ മുമ്പിൽ കേൾക്കുന്നൊരു വാർത്തയുണ്ട് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ട്. ആ ഡാം ഏത് നിമിഷവും തകരുമെന്നൊക്കെയുള്ള വാർത്തകൾ ഓരോ വർഷക്കാലത്തിലും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നൊരു ഉരുൾപൊട്ടൽ കൊണ്ട് ആ ഒരു വയനാടെന്ന് പറയുന്ന സ്ഥലത്തെ ആ ഒരു പ്രദേശം നിശ്ചലമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമെങ്ങാനും സംഭവിച്ചാൽ ഈ കേരളം മൊത്തം തന്നെ നശിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവിടെ താമസിക്കുന്ന അത്തരം ആളുകൾ അവരുടെ ജീവിതം, ആ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അവരുടെ യാത്രകൾ, സഞ്ചാരപാതകൾ എല്ലാം അവിടെ ഉണ്ടായിരിക്കാം. ഈ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും വയനാട് വഴി ചുരത്തിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അത്തരം മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ മുൻകഴിഞ്ഞു പോയ ഓരോ ഉരുൾപൊട്ടലുകളിലും അനുഭവിച്ച ഓരോ ആളുകളുടെ കഥ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ഒരു കാലാവസ്ഥയിൽ തങ്ങളുടെ സുരക്ഷിതത്വം മനസ്സിലാക്കി ഒരു മുൻകൂട്ടി മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരവരുടെ ജീവനെങ്കിലും അവരവർക്ക് ഉണ്ടാകുമായിരുന്നു. ഇന്ന് രക്ഷാപ്രവർത്തനം ഭീകരമായ രീതിയിൽ നടത്താൻ അവിടെ കുറേ ആളുകൾ എത്തുന്നു. ഈ ഭീകരമായ രീതി എന്ന് ഞാൻ പറയാൻ കാരണം ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് കുറേ ആളുകൾ കടന്നു വരുന്നു. അവർ വന്ന് അവരുടേതായ സാഹസികപരമായ പ്രവർത്തനങ്ങളിലൂടെ ഓരോ ജീവനെയും രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇതെത്രയോ നാളുകളായി നമ്മൾ കാണുന്നു. എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലത്ത് മഴക്കാലമുണ്ടായിട്ടുണ്ട്. കോരിച്ചൊരിയുന്ന മഴകൾ കണ്ടിട്ടുണ്ട്. ശക്തമായ കാറ്റുകൾ കണ്ടിട്ടുണ്ട്. അന്ന് ഇന്നത്തേക്കാൾ കൂടുതൽ വൃക്ഷങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ്. ഒരു ഓലമേഞ്ഞ കൂരയ്ക്കുള്ളിൽ ഒരു കാറ്റ് വന്നാൽ പറന്നു പോകുന്ന തരത്തിലുള്ള വീട്ടിലൊക്കെ താമസിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ വലിയൊരു ദുരന്തമാണ്
ഇന്ന് ഏറ്റവും സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നാം ഓരോരുത്തരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒന്നുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? ഏതോ ഒരു കാലഘട്ടത്തിൽ കേൾക്കേണ്ട വാക്കാണ് പ്രളയം. പക്ഷേ ഇപ്പോൾ എല്ലാ വർഷക്കാലത്തും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണതിന് കാരണം? മനുഷ്യൻ്റെ ആർത്തി, ഭൗതികപരമായ താൽപ്പര്യം, അവൻ്റെ വലിയ വലിയ സ്വപ്നങ്ങൾ. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കേണ്ട കുളങ്ങളും തോടുകളും അതുപോലെ തന്നെ പാടങ്ങളുമൊക്കെ നികത്തി അവിടെയെല്ലാം വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വന്ന് വെള്ളം നിൽക്കാൻ ഒരിടമില്ലാതെയായി മാറിയിരിക്കുന്ന ഒരന്തരീക്ഷം. പെയ്യുന്ന മഴവെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാതെയായിരിക്കുകയാണ്. ഈ വെള്ളം മുഴുവനും പാറയ്ക്കുള്ളിൽ നിറഞ്ഞ് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ച് ആ ഒരു സ്ഥലം മുഴുവനും തുടച്ചു നീക്കി പോകുമ്പോൾ കണ്ണീര് വാർക്കുന്ന കുറേ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ വാർത്തകളിലൂടെ കണ്ടുകൊണ്ട് മനസ്സലിയുന്ന അല്ലെങ്കിൽ മനസ്സ് വേദനിക്കുന്ന പ്രേക്ഷകരും അത്തരം കാഴ്ചകളെ വാർത്തകളാക്കി മാറ്റിക്കൊണ്ട് ചാനലുകൾ ബൂസ്റ്റപ്പ് ചെയ്യുന്ന വാർത്താ മാധ്യമങ്ങളും ഒക്കെ നേട്ടങ്ങളായിട്ട് മാറുമ്പോൾ ഒരുപറ്റം മനുഷ്യരുടെ ജീവിതമാണ് തകർന്നടിഞ്ഞു പോയിരിക്കുന്നത്. ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളി സിൽസാലഹ വഅഖ്റജത്തിൽ അർളി അസ്കാലഹ വഖാലൽ ഇൻസാനു മാലഹ. ഈ ഭൂമി അതിൻ്റേതായ രൂപത്തിൽ പ്രകമ്പനം കൊണ്ടാൽ മനുഷ്യൻ ഈയാമ്പാറ്റകളെപ്പോലെ പാറിപ്പറക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഒരു സൂചന നമ്മുടെ മുമ്പിലേക്ക് തന്നു. ഒരു ഉറപ്പുമില്ലാത്ത ഭൂമിയുടെ മുകളിൽ വലിയ ഉറപ്പോടുകൂടി നടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ചിന്തകൾ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണം. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നാം ഓരോരുത്തരും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സമുദായത്തിലേക്ക് പ്രബോധനമായി കടന്നു വന്ന അവരെ മാനസികമായും ശാരീരികമായും ഒക്കെ പരിഹസിച്ച ഒരു കൂട്ടം ആളുകളെ ദുരന്തത്തിലാഴ്ത്തിയ ഒരു കഥയാണ് നോഹയുടെ ചരിത്രം. ബൈബിളിലും പരിശുദ്ധ ഖുർആനിലും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരം ദുരന്തങ്ങൾ നടന്നതിൻ്റെ കാരണം മനുഷ്യൻ എത്രത്തോളം നികൃഷ്ടരാകുന്നുവോ അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും, മനുഷ്യരെല്ലാവരും നല്ലവരല്ലേ, എല്ലാ ആളുകളും നല്ല മനുഷ്യരല്ലേ? അതെ, നല്ല മനുഷ്യരാണ് ഇതിൽ പെടുന്നത്. ആ നല്ല മനുഷ്യരെ പെടുത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ദുഷ്ടശക്തികളാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാടം നികത്തിയും കുളം നികത്തിയും ഭൂമിയൊക്കെ വിൽപ്പന ചരക്കാക്കി മാറ്റിക്കൊണ്ട് ഭൂമിയൊക്കെ വിറ്റഴിച്ചുകൊണ്ട് വലിയ വലിയ കോടികൾ വാങ്ങി വലിയ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് ഒരു ഭാഗത്ത് മുതലാളിമാർ കൊഴുക്കുമ്പോൾ മറുഭാഗത്ത് പാവങ്ങൾ മണ്ണിൽ അലിയുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രധാന വിഷയം. അന്ന് പരിഹാസങ്ങൾ കൊണ്ടായിരുന്നെങ്കിൽ ഇന്നിവരുടെ ഈ പറയുന്ന അത്യാഗ്രഹം കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സംഭവം നടക്കുമ്പോൾ അതിനുവേണ്ടി ഓടിയെത്തുന്ന ഓരോ പ്രവർത്തകരും, അത് രാഷ്ട്രീയമായിട്ടും അല്ലാതെയുമൊക്കെ പലരും വന്നിട്ടും ഇന്നും ഈ അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ ഒരു ദുരന്തത്തിലേക്ക് പെട്ടപ്പോൾ എത്രയോ നാളുകളായി അവർക്ക് വേണ്ടി തെരച്ചിൽ തുടങ്ങിയിട്ട് ഇന്നും ആ പുഴയിൽ നിന്ന് ആ ഒരു ബോഡി കണ്ടെത്താൻ അല്ലെങ്കിൽ ആ ഒരു വണ്ടി കണ്ടെത്താൻ കഴിയാതെ നട്ടം തിരിയുന്നൊരവസ്ഥ. എത്രയോ ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് ഒരു വഴി തുറന്ന് എടുക്കാൻ കഴിയാതെ എല്ലാ സേനാംഗങ്ങളും തളർന്നു നിൽക്കുമ്പോൾ ഞാൻ ചില വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട്. വലിയ യുദ്ധങ്ങളെ നേരിടാനുള്ള ആയുധശേഷി വർദ്ധിപ്പിച്ചു വച്ചിട്ടുണ്ട്.
പക്ഷെ ഒരു ചെറിയ ദുരന്തത്തിൽപ്പെടുന്ന ആളെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലാത്ത ഈ ഒരവസ്ഥ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. ഒരു രാജ്യത്തെ നേരിടാനുള്ള ആയുധ ശേഖരമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വെള്ളത്തിൽ വീണവനെ രക്ഷിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് വലിയ ദുഃഖമാണ്. ഇനി ആത്മീയപരമായിട്ട് ഈ വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്തു പോകുമ്പോൾ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അവൻ്റെ ദീനിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന മുസ്ലിം സമുദായങ്ങൾ പരസ്പരം ഭിന്നിപ്പുകളിലൂടെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ട് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും മ്ലേച്ഛമായ വാക്കുകളും ഒക്കെ കൊണ്ട് വലിയൊരു തർക്കത്തിൻ്റെ ദീനാക്കി മാറ്റി ആ തർക്കമാണ് എല്ലാവരുടെയും ബർക്കത്തിനെ ഇല്ലാതെയാക്കി കളയുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സൂഫികൾ ഈ ലോകത്ത് കടന്നു വന്നപ്പോൾ ആ സൂഫികൾ ചെയ്ത പ്രവർത്തനങ്ങൾ ആദ്യം പരിശോധിക്കണം. നമുക്കൊരു വ്യക്തിയെ പരിഹസിക്കാൻ എളുപ്പമാണ്, പക്ഷെ അവരെന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിച്ചറിയാൻ ആർക്കും സമയമില്ല. സൂഫിസത്തിലൂടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഓരോ സൂഫിയും ഓരോ രാജ്യത്തു നിന്നും പല രാജ്യങ്ങളിലേക്ക് ചേക്കേറിയവരാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അത്തരം ചേക്കേറി വന്ന ഒരുപാട് മഹാന്മാരുടെ മക്കാമുകൾ നമുക്ക് കാണാം. ഓരോ വ്യക്തികളും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ദർഗകളിൽ ചെന്ന് സിയാറത്ത് ചെയ്തു പോകുന്ന കാഴ്ചകളും നമുക്ക് കാണാം. എങ്കിൽ അത്തരം സ്ഥലങ്ങളെ പരിഹസിക്കുന്ന മറ്റൊരു മുസ്ലിം സമുദായത്തെയും നമുക്കിവിടെ കാണാൻ കഴിയും. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചുകൊണ്ട് പരിഹാസികളായി മാറിക്കൊണ്ട് ഒടുവിൽ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഏതെങ്കിലും ഒരു പ്രഭാതം നമ്മളെ പിടിക്കാൻ നിൽപ്പുണ്ട്. അതേത് പ്രഭാതമായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഇന്ന് വയനാടാണെങ്കിൽ നാളെ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ തർക്കങ്ങൾ തന്നെയാണ് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. നമ്മളൊരു ജോലിക്ക് പോയി അധ്വാനിച്ച് നമുക്ക് വൈകുന്നേരമാകുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഖ്യ, നമുക്ക് കിട്ടിയ ആ ഒരു സാലറി, അതുകൊണ്ടുവന്ന് നമ്മൾ ചിലവാക്കാൻ നേരത്ത് നമ്മൾ എന്തോരം കണക്ക് പറയുന്നുണ്ട്. ആ പൈസയുടെ കാര്യത്തിൽ ഭാര്യയുമായിട്ടും മക്കളുമായിട്ടുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കം നടത്തുമ്പോൾ ഒരുപക്ഷെ പിതാവ് പറയും, ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നതെന്ന് നിനക്കറിയാമോ? ഭാര്യ പറയും, ഈ പൈസ ഞാൻ വേറെ എങ്ങും കൊണ്ടുപോയി കളയുന്നില്ലല്ലോ, ഞാനിത് ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ തർക്കം. പക്ഷേ ഈ ഞാൻ സമ്പാദിച്ച പണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പണം, ആ പണത്തിനൊരു വിലയുണ്ടെങ്കിൽ ആ ഞാനെന്ന് പറയുന്ന ആ വ്യക്തി എങ്ങനെയാണ് പണിയെടുത്തത്? അവനിക്ക് എവിടെ നിന്നാണ് അതിനുള്ള ഊർജം കിട്ടിയത്? അവൻ്റെ ശരീരത്തിന് ചലനമുണ്ടായതെങ്ങനെയാണ്? അവനിക്കൊരു ശ്വാസം ഉള്ളത് കൊണ്ടിട്ടല്ലേ, ആ ശ്വാസം അവനിക്ക് വലിക്കാൻ കഴിയുന്നത് കൊണ്ടിട്ടല്ലേ അവനിക്ക് പണമുണ്ടാക്കാനും അവനിക്ക് സ്വപ്നങ്ങൾ കാണാനും അവൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങൾക്ക് മുന്നോട്ട് പായാനുമൊക്കെ കഴിയുന്നത് ഈ ശ്വാസം മൂക്കിലൂടെ വലിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. പക്ഷെ ആ ശ്വാസത്തെ മറന്നു പോകുന്നു. ആ ശ്വാസത്തെ മറന്നുകൊണ്ട് മനുഷ്യൻ ഓടുകയാണ്. അങ്ങനെ ഓടി പിന്നീട് ചില ആളുകൾ ശ്വാസത്തിൻ്റെ വില അറിയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തി ഓക്സിജൻ വെക്കുമ്പോൾ ബില്ല് വരുമ്പോൾ ആ ഓക്സിജൻ്റെ റേറ്റ് കാണുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും, ഇത്രയും പൈസയോ? അപ്പോൾ ഫ്രീ ആയി നമുക്ക് നമ്മളിലേക്ക് വലിച്ചു കയറ്റുന്ന ആ ശ്വാസം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പ്രകൃതിയിൽ നിന്ന്. ആ പ്രകൃതിയോടാണ് നമ്മൾ ക്രൂരത കാണിക്കുന്നത്. അപ്പോൾ പ്രകൃതി നമ്മളെ വെറുതെ വിടുമോ? ഒരുപാട് ക്ഷമിക്കും. അങ്ങനെയാണല്ലോ മനുഷ്യനും, ഒരു പരിധിവരെ ക്ഷമിക്കും. ക്ഷമ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അക്രമകാരിയാകുന്നത് പോലെ പ്രകൃതിയും അക്രമകാരിയാകും. അതാണ് ഓരോ കാലഘട്ടത്തിലും പല രീതിയിലും
നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ ദുരന്തങ്ങളും. അത്തരം ദുരന്തങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരെയും കാണാം, അതിൽ മരണപ്പെട്ടു പോയവരെയും കാണാം. ആ രക്ഷപ്പെട്ട ആ വ്യക്തികളെയും പരിശോധിക്കണം, മരണപ്പെട്ടു പോയവരെയും പരിശോധിക്കണം. ആത്മീയമായി സംസാരിക്കുമ്പോൾ വേദനയുള്ളൊരു വാക്കാണെങ്കിലും ആരും മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷെ നാം എല്ലാം ജനിച്ചത് മരിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ മരണം എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതല്ല. എങ്കിലും നമ്മൾ ഓടുകയാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ എല്ലാ സ്വപ്നങ്ങളെയും മായ്ച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രഭാതം നമ്മളെ അങ്ങ് വിളിക്കും. അതാണ് യാസീൻ എന്ന് പറയുന്ന സൂറത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യാസീൻ ഓതുന്ന മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ പേരുണ്ട്. യാസീൻ എന്തിനാ ഓതുന്നതെന്ന് ചോദിക്കുന്ന മുസ്ലിങ്ങളുമുണ്ട്. യാസീൻ്റെ അർത്ഥമറിയാത്ത മുസ്ലിങ്ങളുമുണ്ട്. ഏതെങ്കിലും നേർച്ചകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മക്കാമുകളിലോ ഒക്കെ ചെന്ന് യാസീൻ ഓതുന്ന ആളുകളുണ്ട്. ഈ യാസീൻ ഓതുമ്പോൾ അവർ കരുതുന്നത് അവിടെ നിന്നൊരു യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവർക്ക് ഫലം കിട്ടുമെന്നാണ്. പക്ഷേ അവിടെ മറയപ്പെട്ട് കിടക്കുന്ന ആ മഹാൻ്റെ അരികിൽ നിന്ന് യാസീൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഞാൻ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എല്ലാവരും യാസീൻ ഓതുന്നുണ്ട്, ഏറ്റവും അധികം യാസീൻ ഓതുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അധികം ഫാത്തിഹ ഓതുന്നത് കാണുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്താണ് ഏറ്റവും അധികം യാസീൻ ഓതാൻ കാരണം? ഒരു മക്ബറയിൽ ചെന്നാൽ യാസീൻ ഓതുന്നു, ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ യാസീൻ ഓതുന്നു, ഒരു വെള്ളിയാഴ്ച രാവ് യാസീൻ ഓതുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക ആലങ്കാരികമായ രീതിയിലൊക്കെ യാസീൻ ഓതുന്ന പല അവസ്ഥകളും കണ്ടിട്ടുണ്ട്. ദിക്ർ സദസ്സുകളിലും മറ്റുള്ളതിലുമൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിൽ വേറൊരു വിഭാഗം, എന്തിനാ നിങ്ങൾ യാസീൻ ഓതുന്നത്, അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് ഗുണമെന്ന് ചോദിക്കുന്ന മറ്റൊരു വിഭാഗവും ഇവിടെ കാണാം. അവരുടെ ചോദ്യത്തെയും ഞാൻ അംഗീകരിക്കുന്നു. ശരിയാണ്, എന്തിനാണ് ഓതുന്നത്? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാതെ ഓതിയിട്ടൊരു കാര്യവുമില്ല. മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നാളെ ഞാനും മരിക്കാനുള്ളവനാണെന്നുള്ള ഒരു ഓർമ്മ നമ്മളിലേക്ക് തരികയാണ്. അവൻ കിടക്കുന്നത് ഒരുപാട് ബാധ്യതകളായിട്ടാണെങ്കിൽ അവൻ്റെ മുമ്പിലിരുന്ന് യാസീൻ ഓതുന്ന എനിക്കുമുണ്ട് ഒരുപാട് ബാധ്യതകൾ, എനിക്കുമുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ. പക്ഷേ എൻ്റെ മുമ്പിൽ മരണപ്പെട്ട് കിടക്കുന്നവൻ പാതി വഴിയിൽ പോയിരിക്കുകയാണ്. അവൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയായിരിക്കുകയാണ്. അവൻ്റെ മക്കൾ വിവാഹപ്രായമെത്തി വീട്ടിൽ നിൽക്കുകയാണ്. അവനൊരുപാട് ബാധ്യതകളുണ്ട്. യാസീൻ ഓതുന്നവനൊന്ന് ചിന്തിക്കുക, ഞാനും ബാധ്യതയിലാണ്, എനിക്കും സ്വപ്നങ്ങളുണ്ട്, എനിക്കും മക്കളുണ്ട്, എൻ്റെ പ്രതീക്ഷകൾ എപ്പോൾ അസ്തമിക്കും, ഇതുപോലെ എന്ന് ഞാൻ കിടക്കും, ഇതുപോലെ കിടക്കാനുള്ളവനാണ് ഞാനും എന്നൊക്കെ ഒന്ന് തിരിച്ചറിയിപ്പിക്കുന്ന ഒരു സൂറയാണ് യാസീൻ എന്ന് പറയുന്നത്. ഞാനത് പരിശോധിച്ചപ്പോൾ 3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തട്ടിയത്. അത് ഞാൻ മറന്നിട്ടില്ല. നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് ഓടുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വിളി നമ്മളെ തേടി വരും. നാ യൻളുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഹൂദും വയസിമോൻ. നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി തർക്കം നടത്തി മുന്നോട്ട് പായുകയാണ്. അപ്പോഴാണ് അവൻ്റെ വിളി, ആ ഘോരമായ ശബ്ദം നിന്നെ പിടികൂടുന്ന ദിവസം അന്ന് നീ എന്നിലേക്ക് മടക്കപ്പെടും. അപ്പോൾ നമ്മൾ എത്രയോ ആളുകളുടെ ദുരന്തം കണ്ടിരിക്കുന്നു, എത്രയോ ആളുകൾ ഏതെല്ലാം തരത്തിൽ മരിക്കുന്നു. എന്നും പ്രഭാതത്തിൽ എത്രയോ സംഭവങ്ങളാണ് വാർത്തകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതെല്ലാം കണ്ടിട്ട് മനുഷ്യൻ മാറുന്നില്ല എന്നുള്ളത് വലിയ ദുഃഖകരമായ കാര്യമാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിക്കും, സങ്കടത്തിലാകും. അവിടെ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർക്കും. അതെല്ലാം കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ശത്രുതയായി, വൈരാഗ്യമായി, വിദ്വേഷമായി, അങ്ങോട്ടും ഇങ്ങോട്ടും മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് യുദ്ധം വെട്ടലായി. അതിനുവേണ്ടി മാത്രം ജന്മമെടുത്ത കുറേ ജന്മങ്ങളുണ്ട്. അവർ യൂട്യൂബിൽ കയറിയിരുന്ന് അവരും വിളമ്പും വരുമാനം. മറ്റുള്ളവരെ പരിഹസിച്ച് സ്വന്തം സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുന്ന ചെകുത്താന്മാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരും എവിടെ നിന്ന് ജന്മമെടുത്തു? ഒന്നിൽ നിന്നാണ് ഒന്നുണ്ടായത്. അങ്ങനെ പടർന്ന് പന്തലിച്ച ഒരു മനുഷ്യ സമുദായം മുഴുവൻ പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹോദരങ്ങൾ തന്നെയാണ്. ജാതിപരമായിട്ടും മതപരമായിട്ടുമൊക്കെ വേർതിരിക്കപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ എന്തൊക്കെയോ കാട്ടി ഇങ്ങനെ പോവുകയാണ്.
വിശ്വാസങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, എല്ലാ വിശ്വാസങ്ങളും സത്യത്തിന് വേണ്ടിയിട്ടാണ്. സത്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് വിശ്വാസങ്ങളുണ്ടായത്. പക്ഷേ സത്യത്തെ പൊളിച്ചടിക്കുന്ന അല്ലെങ്കിൽ പൊളിച്ചു കളയുന്ന, സത്യങ്ങളെ നിഷേധിക്കുന്ന ഒരു മനുഷ്യ സമുദായം ഇവിടെ ഉടലെടുക്കുകയാണ്. ഖുർആൻ പോലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും ഓരോ സംഭവങ്ങളും നമുക്ക് മുമ്പിലുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. പക്ഷെ നമ്മളതെല്ലാം ആ സംഭവങ്ങളെ എടുത്ത് ചർച്ച ചെയ്യാനാണ് നമ്മൾ തയ്യാറാകുന്നത്.